ട്രേഡിംഗ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചാർട്ട് പാറ്റേൺ അനാലിസിസിന്റെ രണ്ടാമത്തെ പാർട്ടാണിത്. നമ്മൾ ആദ്യത്തെ പാർട്ടിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കോൺഫ്ലുവൻസ് ട്രേഡിങ്ങിനെ കുറിച്ചാണ്. ചാർട്ട് പാറ്റേൺ അനാലിസിസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ കോൺഫ്ലുവൻസ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. സാധാരണ ഈ ചാർട്ട് പാറ്റേൺസ് ഒക്കെ പഠിപ്പിക്കുന്നവരെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ചാർട്ടിൽ ഒരു ചാർട്ട് പാറ്റേൺ വരച്ചിട്ട് അതിൽ ബ്രേക്ക്ഔട്ട് എങ്ങോട്ട് കിട്ടുന്നോ അങ്ങോട്ട് ഒരു എൻട്രി എടുക്കാനാണ് പറയുന്നത്. ഏതൊരു പാറ്റേൺ എടുത്തു കഴിഞ്ഞാലും അതിൽ രണ്ട് ടൈപ്പ് ഉണ്ടാകും. നമ്മൾ ബേസിക്കലി പഠിച്ചിട്ടുണ്ടായിരുന്നു ടൈപ്പ് ഓഫ് ചാർട്ട് പാറ്റേൺസ്. അതിൽ ബുള്ളിഷ് ട്രെൻഡ് ഉണ്ടാവും, ബെയറിഷ് ആയിട്ടുള്ളതും ഉണ്ടാവും. അപ്പം ഏതൊരു ട്രെൻഡ് എടുത്തു കഴിഞ്ഞാലും ഒന്നുകിൽ മുകളിലോട്ട് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബുള്ളിഷ് ആയിരിക്കും, താഴോട്ട് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബെയറിഷ് ആയിരിക്കും. ചില സമയത്ത് ഈ പാറ്റേണുകളിൽ ഫേക്ക് ബ്രേക്ക്ഔട്ടുകൾ ഉണ്ടാകാറുണ്ട്. നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ട്രെൻഡ് ലൈനോ അല്ലെങ്കിൽ സപ്പോർട്ടോ റെസിസ്റ്റൻസോ താഴോട്ടോ മുകളിലോട്ടോ ജസ്റ്റ് ഒന്ന് 5 മിനിറ്റ്സിന്റെ ക്യാൻഡിലൊക്കെ ബ്രേക്ക്ഔട്ട് കിട്ടി, ക്ലോസ് കിട്ടിയിട്ട് നമ്മളതൊരു കൺഫർമേഷൻ ആണെന്ന് വിചാരിച്ചിട്ട് ചിലപ്പം അവിടെ ചാടി കയറി എൻട്രി എടുക്കും. പക്ഷെ തിരിച്ച് വീണ്ടും അത് തിരിച്ച് ആ ഒരു പാറ്റേൺ അകത്തോട്ട് മാർക്കറ്റ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ സാധാരണ അതിനെ പറയുന്നത് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന് പറയാറുണ്ട്. സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിനെ കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസും എങ്ങനെയാണ്, ഒരു ഫേക്ക് ബ്രേക്ക്ഔട്ട് ആണോ അല്ല അത് അവിടെ ജെന്യൂൻ ആയിട്ടുള്ള ബ്രേക്ക്ഔട്ട് ആണോ, എന്തുകൊണ്ടാണ് അവിടെ നിന്ന് ബ്രേക്ക്ഔട്ട് ഫേക്ക് ബ്രേക്ക്ഔട്ട് കിട്ടിയിട്ട് സപ്പോർട്ട് എടുക്കുന്നതിനെ കുറിച്ച് വിശദമായിട്ട് ആ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുക. കാരണം ഈ ചാർട്ട് പാറ്റേൺ അനാലിസിസിൽ അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതും, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അതിനെ നമുക്ക് മറികടക്കാൻ പറ്റുന്നതെന്നൊക്കെ വിശദമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ വീഡിയോ ഒന്ന് കാണുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഇത്തരം ഫേക്ക് ബ്രേക്ക്ഔട്ടുകളെ ഒഴിവാക്കിയിട്ട് എങ്ങനെ നമുക്കൊരു കൺഫർമേഷനോട് കൂടി ട്രേഡ് എടുക്കാം, അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ സീരീസിൽ ചാർട്ട് പാറ്റേൺസ് അനാലിസിസിന്റെ വീഡിയോ സീരീസിനകത്ത് ഈ ഒരു ചാപ്റ്റർ കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോൺഫ്ലുവൻസ് ട്രേഡിംഗ്. കോൺഫ്ലുവൻസ് ട്രേഡിംഗ് എങ്ങനെയാണ് വർക്കാകുന്നതെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു 70-80% വരെ നമുക്ക് കറക്റ്റായിട്ട് ട്രെൻഡ് മനസ്സിലാക്കിക്കൊണ്ട് ചാർട്ട് പാറ്റേണുകൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് എങ്ങോട്ടാണോ ആ ഒരു പാറ്റേൺ ബ്രേക്ക്ഔട്ട് കിട്ടാൻ സാധ്യതയുള്ളത് ആ ഒരു ദിശയിലോട്ട് നമുക്ക് എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ മൊത്തം കാണുവാൻ ശ്രമിക്കുക. നമ്മുടെ ബേസിക് വീഡിയോ ഇതിന്റെ ഒന്നാമത്തെ പാർട്ട് കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടിട്ട് ഇത് കാണാൻ ശ്രമിക്കുക. വീഡിയോ കാണുന്നവർ താഴെ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മൾ ഈ ഒരു ചാർട്ട് നമ്മളിപ്പം ഒരു ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു സപ്പോർട്ടും റെസിസ്റ്റൻസും, നമ്മൾ ആദ്യം നോക്കുന്നത് എവിടെ ഒരു കൃത്യമായിട്ടൊരു സപ്പോർട്ടും റെസിസ്റ്റൻസും ഉണ്ടെന്നാണ്. അപ്പം ഈ ഒരു ചാർട്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ കണക്ട് ചെയ്തിട്ടാണ് സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് വരയ്ക്കുന്നത്. അപ്പം ഇതിൽ ഒരു സപ്പോർട്ടോ ഒരു റെസിസ്റ്റൻസോ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു ഹൈ വരുന്നുണ്ട്, ഈ ഒരു ഹൈ വരുന്നുണ്ട്, പിന്നെ ഇവിടെ നിന്ന് ബ്രേക്ക്ഔട്ട് കിട്ടിയിട്ട് ഇവിടെ ഒരു ലോ വന്നു. അപ്പോൾ നമ്മൾ ഇതിനെ കണക്ട് ചെയ്തിട്ടായിരിക്കും ഒരു ട്രെൻഡ് ലൈനോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊരു സപ്പോർട്ട് വരച്ചു. ആദ്യം ഇവിടെ എന്തായിരുന്നു, ഇതൊരു റെസിസ്റ്റൻസ് ആയിരുന്നു. ഇത്രയും ഏരിയ ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു. മാർക്കറ്റ് മുകളിലോട്ട് കയറി താഴോട്ട് വന്നു, വീണ്ടും മുകളിലോട്ട് കയറി താഴോട്ട് വന്നു, പിന്നെ ഇവിടെ നിന്നൊരു ബ്രേക്ക്ഔട്ട് കിട്ടി. പിന്നെ തിരിച്ച് താഴെ വരുമ്പോഴത്തേക്കും എന്താണ്, ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും, ഇല്ലേ? അങ്ങനെയാണ് നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിലൊക്കെ പഠിച്ചിട്ടുള്ളത്. ചില സമയത്ത് എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ ഇവിടെ നിന്നൊരു ബ്രേക്ക്ഔട്ട് മുകളിലോട്ട് കിട്ടി, തിരിച്ച് ഇവിടെ വരുമ്പോൾ നമുക്കൊരു കൺഫർമേഷൻ ആണ്, മാർക്കറ്റ് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മുകളിലോട്ട് എൻട്രി നോക്കുന്നു. ഇത് കൃത്യമായിട്ട് സപ്പോർട്ടും റെസിസ്റ്റൻസും കൃത്യമായിട്ട് വർക്കാകുകയാണെന്നുണ്ടെങ്കിൽ ഈ എൻട്രി പെർഫെക്റ്റ് എൻട്രി ആണ്. ചില സമയത്ത് എന്താണ് സംഭവിക്കുന്നത്, ഇത് ചിലപ്പം ബ്രേക്ക്ഔട്ട് കിട്ടി താഴോട്ട് വരും, അല്ലെങ്കിൽ തൊട്ട് മുകളിൽ നിന്ന് തന്നെ കയറി പോവാറുണ്ട്, ഇല്ലേ? ഈ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു സപ്പോർട്ട് നേരത്തെ റെസിസ്റ്റൻസ് ആയിരുന്നതാണ്. നമുക്ക് മാർക്കറ്റ് ഇവിടെ നിന്നൊരു ബ്രേക്ക്ഔട്ട് കിട്ടി മുകളിലോട്ട് പോയി, പക്ഷെ ഇവിടം വരേക്കും വന്നോ? ഇല്ല. അതിന് തൊട്ട് മുന്നിൽ നിന്നാണ് മാർക്കറ്റ് കയറി പോയിരിക്കുന്നത്, ഇല്ലേ? നമുക്ക് ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ റീടെസ്റ്റിന് വരുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കാൻ വേണ്ടി നിൽക്കുന്നത്. പക്ഷെ ഈ ഒരു കാര്യത്തിലെന്ന് പറയുന്നത് താഴോട്ട് വന്നിട്ടില്ല, തൊട്ട് മുകളിൽ നിന്നാണ് സപ്പോർട്ട് എടുത്ത് കയറിപ്പോയത്. അപ്പൊ നമുക്കിവിടെ എൻട്രി മിസ്സായി. നമ്മൾ എന്തിനാണ്, നമ്മൾ ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയയിൽ, പഴയ റെസിസ്റ്റൻസ് ഏരിയയിൽ മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷെ വരുന്നതിന് മുന്നേ തന്നെ തൊട്ട് മുകളിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് തിരിച്ചു കയറിപ്പോയി, നമുക്ക് എൻട്രി കിട്ടിയില്ല. ചില സമയത്ത് എന്താ സംഭവിക്കുന്നത്, ട്രെൻഡ് ലൈൻ മുകളിലോട്ട് ബ്രേക്ക്ഔട്ട് കിട്ടി,
കയറിപ്പോയി. ഇവിടെ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇവിടെ നിന്ന് എൻട്രി എടുക്കുന്നു. സപ്പോർട്ട് റെസിസ്റ്റൻസ് ബ്രേക്ക്ഔട്ട് കിട്ടി താഴോട്ട് വന്നു. പക്ഷേ മാർക്കറ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസും എടുത്തിട്ട് തിരിച്ച് കയറിപ്പോയി. ഇതിനാണ് നമ്മൾ എന്താണ് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിന്റെ വീഡിയോയ്ക്കകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം സാധാരണ സംഭവിക്കുന്നത്, നമ്മൾ ഇവിടെ നിന്ന് എൻട്രി എടുത്തു, നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു, നമുക്ക് ലോസ് വന്നു. പക്ഷേ മാർക്കറ്റ് കൃത്യമായിട്ട് നമ്മുടെ ഡയറക്ഷനിലോട്ട് പോയി. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത്തരം എൻട്രികൾ നമുക്ക് മിസ്സാവുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ ചാടി കയറി നമ്മൾ ഇവിടെ നിന്ന് എൻട്രി എടുക്കുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് ലോസ് വരുന്നത്? ചാർട്ട് പാറ്റേൺ അനാലിസിസിൽ ഇനി അങ്ങോട്ടുള്ള ഓരോ ചാർട്ടുകളും ചാർട്ട് പാറ്റേണുകൾ നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ അതിലെപ്പോഴും ഏതൊരു ചാർട്ട് പാറ്റേൺ അനാലിസിസ് എടുത്തു കഴിഞ്ഞാലും അതിൽ എല്ലാത്തിലും കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് കോൺഫ്ലുവൻസ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് നമുക്കൊരു ഡബിൾ കൺഫർമേഷന് ഏതൊരു പാറ്റേൺ എടുത്തു കഴിഞ്ഞാലും ആ പാറ്റേണിന്റെ ഡയറക്ഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ആ ഒരു പാറ്റേണിൽ കൃത്യമായിട്ട് എൻട്രി എടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരം കോൺഫ്ലുവൻസ് ട്രേഡിംഗ് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ നമുക്ക് എന്താണ് കോൺഫ്ലുവൻസ് ട്രേഡിംഗ് എന്ന് നോക്കാം. The term confluence is used to describe a geographic point where two or more signals come together to form a single body. അതായത് സാധാരണ നമ്മൾ ചാർട്ട് പാറ്റേൺ അനാലിസിസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതെന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു സിഗ്നൽ ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഇല്ലേ, ഒരു സിഗ്നൽ ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മളൊരു ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജി വെച്ചിട്ട് നമ്മൾ ട്രേഡ് എടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ കോൺഫ്ലുവൻസ് ട്രേഡിംഗ് എന്ന് പറയുന്നത് രണ്ടോ അതിൽ കൂടുതലോ സിഗ്നൽസ്, ഒന്നുമല്ല, രണ്ട് സിഗ്നൽസ് നമുക്ക് ഒരുമിച്ച് കിട്ടണം. രണ്ട് സിഗ്നലോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ സിഗ്നൽ ഒരുമിച്ച് എവിടെയാണോ വരുന്നത് അതവിടെ ഒറ്റ സ്ട്രോങ് സിഗ്നലായിട്ട് മാറും. അതിനെയാണ് കോൺഫ്ലുവൻസ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതാണ് കോൺഫ്ലുവൻസ് സോൺ എന്ന് പറയുന്നത്. നമ്മളിപ്പം സോൺ വരച്ചിട്ടാണ്, നമ്മൾ പ്രൈസ് ആക്ഷൻ അനുസരിച്ചിട്ടാണ് അത് സോൺ ആക്കുന്നതെങ്കിൽ അതിനെ സോൺ കോൺഫ്ലുവൻസ് എന്ന് പറയും. നമ്മുടെ പ്രൈസ് ആക്ഷൻ വീഡിയോ സീരീസിനകത്ത് കഴിഞ്ഞ ചാപ്റ്റർ സോൺ കോൺഫ്ലുവൻസ് ട്രേഡിംഗ് ആയിരുന്നു. പക്ഷേ ഇതിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറേ കാര്യങ്ങൾ വരും. സോൺ കോൺഫ്ലുവൻസ് വരും, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന പല പല സ്ട്രാറ്റജികളുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. ഈ കോൺഫ്ലുവൻസ് ട്രേഡിങ്ങിനകത്ത് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന സിഗ്നൽ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, രണ്ടോ അതിൽ കൂടുതലോ സിഗ്നൽസ്. ഇത് ഏതൊക്കെ സിഗ്നൽസ് ആണ് നമ്മൾ ഈ ഒരു കോൺഫ്ലുവൻസ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, കൃത്യമായിട്ട് നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചിട്ടുള്ള കാര്യമാണ് സപ്പോർട്ടും റെസിസ്റ്റൻസും വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സപ്പോർട്ടും റെസിസ്റ്റൻസും നമുക്ക് എവിടെയാണ് വരുന്നത്? ചില പാറ്റേണുകൾ എടുക്കുമ്പോൾ ഡബിൾ ടോപ്പ് അല്ലെങ്കിൽ ഡബിൾ ബോട്ടം അങ്ങനത്തെ സ്ട്രാറ്റജി ട്രേഡിംഗ് ഇത് എടുക്കുമ്പോൾ, ചാർട്ട് പാറ്റേൺസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും അവിടെ കൃത്യമായിട്ട് നമുക്ക് സപ്പോർട്ടും റെസിസ്റ്റൻസുമാണ് ബ്രേക്ക്ഔട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക. അപ്പം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, അതോടൊപ്പം തന്നെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോണ്, ട്രെൻഡ് ലൈൻ വരുന്ന ഏതൊക്കെയാണ്? നമുക്ക് ഒരുപാട് പാറ്റേൺസിൽ, ഫ്ലാഗ് പാറ്റേൺ പോലുള്ള ഒരുപാട് പാറ്റേണുകളിലൊക്കെ നമുക്ക് ട്രെൻഡ് ലൈൻ വരച്ചിട്ടാണ് നമ്മൾ ചാർട്ട് പാറ്റേണുകൾ വരയ്ക്കുന്നത്. അതുപോലെ തന്നെ ചാർട്ട് പാറ്റേൺസ്, കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ്, EMA കുറിച്ച് നമ്മുടെ പഴയ ഒരു വീഡിയോ, ഏകദേശം നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് ചെയ്തിട്ടുള്ള ആദ്യത്തെ ഒരു വീഡിയോ ഉണ്ട്, EMA ക്രോസ് സ്ട്രാറ്റജി. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അത് കാണുക. കാരണം നമ്മുടെ ഈ ഒരു ചാർട്ട് പാറ്റേൺ അനാലിസിസ് വീഡിയോ സീരീസിൽ EMA ക്രോസ് സ്ട്രാറ്റജിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ ഞാൻ ആ വീഡിയോ ഈ പ്ലേലിസ്റ്റിൽ ഞാൻ ചേർക്കാം. അപ്പം കാണാത്തവർ കൃത്യമായിട്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ആ ഒരു വീഡിയോ കാണുക. അതോടൊപ്പം തന്നെ നമുക്ക് ഒരെണ്ണം കൂടെ വരുന്നുണ്ട്, ഫിബൊനാച്ചി സീക്വൻസിന്റെ ഒരു വീഡിയോ. നമ്മൾ ചാർട്ട് എങ്ങനെ വരയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് ഫിബൊനാച്ചിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ലെവൽസ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പം ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരും ആ വീഡിയോ കാണുക. അതുപോലെ തന്നെ RSIയുടെ വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പം ഈ RSIയുടെ വീഡിയോയും ഫിബൊനാച്ചി സീക്വൻസിന്റെ വീഡിയോയും EMAയുടെ വീഡിയോയും, ഈ 3 വീഡിയോയും നമ്മുടെ ഈ പ്ലേലിസ്റ്റിൽ ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത 3 വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം കൃത്യമായിട്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ EMA ക്രോസ് സ്ട്രാറ്റജി, അതുപോലെ തന്നെ ഫിബൊനാച്ചി സീക്വൻസിന്റെ എങ്ങനെ നമുക്ക് ഫിബൊനാച്ചി സീക്വൻസ് വരയ്ക്കാം അതിന്റെ വീഡിയോ, അത് കഴിഞ്ഞിട്ട് RSI, ഈ 3 വീഡിയോയും കൃത്യമായിട്ട്, ഇത് കഴിഞ്ഞിട്ട് ഇത് രണ്ടാമത്തെ പാർട്ടാണ്, 3, 4, 5 പാർട്ടുകളായിട്ട് ആ 3 വീഡിയോയും കൃത്യമായിട്ട് കാണണം. കാരണം ഇവിടെ നമ്മൾ പഠിച്ചിട്ടുള്ള 2 or more സിഗ്നൽസ്, ഈ 2 or more സിഗ്നൽസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ചാർട്ട് പാറ്റേൺ അനാലിസിസിന് വേണ്ടി എടുക്കുമ്പോൾ അതിൽ ഒരു സിഗ്നൽ എന്ന് പറയുന്നത് ചാർട്ട് പാറ്റേണുകളിൽ വരുന്ന ട്രെൻഡ് ലൈനോ അല്ലെങ്കിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസോ ലൈനായിരിക്കും ഒരു സിഗ്നൽ എന്ന് പറയുന്നത്. രണ്ടാമത്തെ സിഗ്നലിന് വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് EMA ക്രോസ്,
ഫിബൊനാച്ചി, RSI, ഇത്തരം കാര്യങ്ങൾ, അതുപോലെ തന്നെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിനോടൊപ്പം ഈ ചാർട്ട് പാറ്റേൺസിനോടൊപ്പം തന്നെ ഇതും കൂടെ ക്ലബ് ചെയ്തുകൊണ്ട് നമുക്ക് രണ്ടിൽ കൂടുതൽ സിഗ്നൽസ്, എത്ര കൂടുതൽ സിഗ്നലുകൾ നമുക്ക് ഒരുമിച്ച് ഒരു പോയിന്റിൽ കിട്ടുന്നു, അത് ഒരുപാട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സിഗ്നൽ ആയിരിക്കും. അവിടെ നമുക്ക് ഒരു 90% കൺഫർമേഷനോടുകൂടി നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. അപ്പം കൃത്യമായിട്ട് ഈ 3 കാര്യങ്ങളും പഠിച്ചിരിക്കണം, വീഡിയോ കാണണം. എന്നാലേ നമ്മൾ ഈ അടുത്ത ഈ 3 വീഡിയോ കഴിഞ്ഞിട്ട് അടുത്ത് ചെയ്യുന്ന ഓരോ ചാർട്ട് പാറ്റേണുകളിലും നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ, കൃത്യമായിട്ട് എൻട്രി എടുക്കാൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ 3 കാര്യങ്ങളും EMIയും ഫിബൊനാച്ചിയും RSIയും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ആകുന്നതെന്ന് 1-2 എക്സാമ്പിൾ ചാർട്ടിൽ കാണിച്ചു തരാം. ഇതിപ്പം ഒരു ചാർട്ടാണ് അല്ലെ. ഈ ഒരു ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഒന്നും മനസ്സിലാവുന്നില്ല. മാർക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ പോകുന്നുള്ളൂ. ഓക്കെ, നമ്മൾ എപ്പോഴും ഒരു ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിലൊരു ചാർട്ട് പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം. കഴിഞ്ഞ വീഡിയോയിൽ ബേസിക്കലി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രാഡേക്ക് ആണെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും എടുത്തു കഴിഞ്ഞാൽ 1 മിനിറ്റ് ക്യാൻഡിൽ നമുക്കൊരു ചാർട്ട് കണ്ടെത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്കിപ്പം ഇത് കാണുമ്പോഴത്തേക്കും ഒന്നും മനസ്സിലാവുന്നില്ല. നമുക്കിതിൽ ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ ഒരു ട്രെൻഡ് ലൈനോ നമുക്ക് വരച്ചു നോക്കാം. ഓക്കെ, ഇവിടെ നിന്ന് ഒരു ട്രെൻഡ് ലൈൻ വന്നു ഇല്ലേ, ഇവിടെ നിന്ന് ഒരു റെസിസ്റ്റൻസ് വന്നു, ഇവിടെ നിന്ന് ഒരു റെസിസ്റ്റൻസ് വന്നു, നേരെ ഇങ്ങോട്ട് വന്നു ഇല്ലേ. ഇവിടെ ഒരു റെസിസ്റ്റൻസ് കിട്ടി, അടുത്ത് രണ്ടാമത്തെ റെസിസ്റ്റൻസ് വന്നു, ഇവിടെ രണ്ടാമത്തെ റെസിസ്റ്റൻസ് വന്നു, മൂന്നാമത്തെ റെസിസ്റ്റൻസ് ഇവിടെ നിന്ന് വന്നു. പക്ഷെ അതൊരു ബ്രേക്ക് ഔട്ട് കിട്ടി, മുകളിലോട്ട് പോയി അല്ലേ. മുകളിലോട്ട് പോയിട്ട് പിന്നെ മാർക്കറ്റ് ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സാധാരണ ചാർട്ട് പാറ്റേൺ അനാലിസിസിൽ പഠിച്ചിട്ടുണ്ട്, ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് കിട്ടി മുകളിലോട്ട് പോയി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അതെന്തായിട്ട് ആക്ട് ചെയ്യും? സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് കിട്ടി തിരിച്ച് റീടെസ്റ്റിന് വരുമ്പോഴത്തേക്കും സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ സാധാരണ പഠിച്ചിട്ടുള്ള അനുസരിച്ച് ഇവിടെ നിന്ന് മുകളിലോട്ട് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി തിരിച്ച് താഴെ റീടെസ്റ്റിന് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഇവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്തു? മുകളിലോട്ട് സ്റ്റോക്ക് ബൈ ചെയ്തു. മാർക്കറ്റ് എന്ത് സംഭവിച്ചു? മാർക്കറ്റ് അവിടെ നിന്ന് വീണ്ടും താഴോട്ട് വന്നു ഇവിടെ നിന്ന് വീണ്ടും ഒരു റീടെസ്റ്റ് ചെയ്തിട്ടാണ് മുകളിലോട്ട് പോയി. നമ്മൾ എന്ത് പറയുന്നു? നമ്മൾ പറയുന്നത് ഇതിനെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്. നമ്മൾ ഇവിടെ നിന്ന് എൻട്രി എടുത്തു, മാർക്കറ്റ് വീണ്ടും താഴോട്ട് വന്നിട്ട് പിന്നെ മുകളിലോട്ട് മാർക്കറ്റ് കയറിപ്പോയി ഇല്ലേ. ഇതിലെന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട് ഇല്ലേ. മാർക്കറ്റ് ഇവിടെ നിന്ന് താഴോട്ട് വന്നു, ഇവിടെ ഒരു സപ്പോർട്ട് സോൺ ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയത്. തിരിച്ച് വീണ്ടും അവിടെ വന്നപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? വീണ്ടും അവിടെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് സപ്പോർട്ട് വീണ്ടും അവിടെ ഒരു സപ്പോർട്ട് കൊടുത്തു. അപ്പൊ നമുക്ക് ഇവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ വന്നു. നമ്മൾ ആ ഒരു സപ്പോർട്ട് ഏരിയ വരയ്ക്കുകയാണ്. എപ്പോഴാണ്? ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് കിട്ടിയതിനു ശേഷം നമ്മൾ ഈ ഒരു സപ്പോർട്ട് ഏരിയ തിരിച്ച് വരച്ചിട്ടിരിക്കുകയാണ്. എപ്പോഴാണോ ഈ 2 പോയിന്റുകളും, നമ്മൾ നേരത്തെ എന്താ പഠിച്ചത്? 2ഓ അതിൽ കൂടുതലോ പോയിന്റുകൾ ഒരുമിച്ച് എവിടെയെങ്കിലും എത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് സോൺ കോൺഫ്ലുവൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോൺഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് സോൺ കോൺഫ്ലുവൻസ് ആണ് വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു സപ്പോർട്ട് സോണും ഈ ഒരു ട്രെൻഡ് ലൈനും, അതായത് ഇവിടുത്തെ റെസിസ്റ്റൻസ് ലൈന് തിരിച്ചിവിടെ ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ എത്തുമ്പോഴത്തേക്കും അവിടെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാണ്. 2 സപ്പോർട്ട് നമുക്ക് ഇവിടെ ഒരുമിച്ച് കിട്ടുകയാണ്. അപ്പം ഇവിടെ നമുക്ക് കിട്ടുമോ? ഇവിടെ ഇല്ല. ഇവിടെ എന്താണ്? സപ്പോർട്ട് ഇല്ല. നമുക്ക് സപ്പോർട്ട് വരുന്നത് ഇതിന്റെ താഴെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തുന്നവരേക്കും വെയിറ്റ് ചെയ്യുന്നത്. ഇവിടെ നിന്നല്ല നമ്മൾ എൻട്രി എടുക്കുന്നത്. സോൺ കോൺഫ്ലുവൻസ് ട്രേഡിംഗ് എന്ന് പറയുന്നത് 2 സോണുകൾ, അല്ലെങ്കിൽ ഒരു സോണും നമുക്ക് ഈ ട്രെൻഡ് ലൈനും, ഈ രണ്ടും സപ്പോർട്ടാണ് ഇല്ലേ. ഈ ട്രെൻഡ് ലൈനും സപ്പോർട്ടാണ്, ഈ സോണും സപ്പോർട്ടാണ്. അപ്പം ഇത് രണ്ടും കൂടെ നമുക്കൊരു ഡബിൾ കൺഫർമേഷൻ ആണ്. നമ്മൾ ഇവിടെ എത്തുമ്പോൾ മാത്രമേ സ്റ്റോക്ക് ബൈ ചെയ്യുന്നുള്ളൂ. ഇതിനെയാണ് കോൺഫ്ലുവൻസ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു. നമുക്കിനി അടുത്ത് വേറെ ഒരെണ്ണം കൂടെ നോക്കാം. ഇത് നോക്കാം. ഇത് ചാർട്ടും താഴെ കൊടുത്തിരിക്കുന്നത് RSI ആണ്. RSI ഇൻഡിക്കേറ്റർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. RSI ഇൻഡിക്കേറ്ററിനെ കുറിച്ചുള്ള വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഈ ഒരു ചാർട്ടിൽ നമുക്ക് എന്ത് വരയ്ക്കാമെന്ന് നോക്കാം. ഈ ചാർട്ടിൽ നോക്കിയേ, ഇവിടെ ഒരു സപ്പോർട്ട്, ആദ്യം ഇവിടെ ഒരു സപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് വന്നു? ഇവിടെ ഒരു സപ്പോർട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? മാർക്കറ്റ് തിരിച്ച് ഇവിടെ നിന്നൊരു ബ്രേക്ക്ഔട്ട് വന്നു. ബ്രേക്ക്ഔട്ട് വന്നിട്ട് തിരിച്ച് മുകളിലോട്ട് പോയില്ലേ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള എന്താണ്? ഒരു സപ്പോർട്ട് ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് റെസിസ്റ്റൻസ് ആണ്. നമ്മൾ ഇവിടെ നിന്ന് എൻട്രി എടുത്തു.
എൻട്രി എടുത്ത് മാർക്കറ്റ് താഴോട്ട് വന്നു, തിരിച്ച് മുകളിലോട്ട് കയറി. എവിടെ കയറി? നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുക്കാൻ കയറി നമ്മുടെ ഈ ഒരു സോൺ ബ്രേക്ക്ഔട്ട് കിട്ടി മുകളിലോട്ട് പോയി, ഇല്ലേ? മുകളിലോട്ടാണ് നിൽക്കുന്നത്. ഈ സോണിന്റെ തൊട്ട് മുകളിലാണ് മാർക്കറ്റ് എത്തി നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് ഇവിടെ നിന്ന് എൻട്രി കിട്ടാത്തത്? അല്ലെങ്കിൽ എൻട്രി എടുത്തിട്ട് എന്തുകൊണ്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോയത്? ഇവിടെ നോക്കുക, ആർ എസ് ഐ ബിലോ 70 ആണ്. നമുക്ക് രണ്ട് സിഗ്നൽ ഒരുമിച്ച് കിട്ടണം, രണ്ട് സിഗ്നലിൽ കൂടുതൽ ഒരുമിച്ച് കിട്ടണം. നമുക്ക് ഈ സപ്പോർട്ട് ബ്രേക്ക്ഔട്ട് കിട്ടി, ഇവിടെ റെസിസ്റ്റൻസ് ആയപ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു സിഗ്നൽ മാത്രമേ ഉള്ളൂ, രണ്ടാമതൊരു സിഗ്നൽ ഇല്ല. ആർ എസ് ഐ നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ ആർ എസ് ഐ താഴെയാണുള്ളത്. അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യുക, ആർ എസ് ഐ എബോവ് 70 എത്തുന്നവരേക്കും വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് വീണ്ടും ആ ഒരു സോണിൽ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്, ക്ലോസിംഗ് വന്നിട്ടില്ല. നമ്മുടെ ആർ എസ് ഐ എവിടെ എത്തി? ആർ എസ് ഐ 70 എത്തി. അപ്പൊ നമുക്ക് എന്താണ്? രണ്ട് കൺഫർമേഷൻ ആണ്. മാർക്കറ്റ് ഇവിടെ പല പ്രാവശ്യം സപ്പോർട്ട് എടുത്ത ഏരിയയിൽ വീണ്ടും പല പ്രാവശ്യം റെസിസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് രണ്ടാമത്തെ കൺഫർമേഷൻ എന്ന് പറയുന്നത് ആർ എസ് ഐ എബോവ് 70 വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അവിടെ എന്ത് കിട്ടി? നമുക്കവിടെ ഡബിൾ കൺഫർമേഷൻ കിട്ടി, രണ്ട് സിഗ്നൽ ഒരുമിച്ച് കിട്ടി. ഓക്കെ, ഇവിടെ ഈ ഒരു റെസിസ്റ്റൻസിൽ മാർക്കറ്റ് എത്തിയപ്പോൾ ഇവിടെ ആർ എസ് ഐ എബോവ് 70 എത്തി. ഇവിടെയാണ് നമ്മുടെ എൻട്രി എന്ന് പറയുന്നത്. ഈ സോണിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് കോൺഫ്ലുവൻസ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. രണ്ട് സിഗ്നൽ ഏതൊക്കെയാണ്? സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിന്റെ ഒരു സിഗ്നലും ആർ എസ് ഐ വാല്യൂ എബോവ് 70 പോയത്. ഇത് രണ്ടും കൂടെയാണ് നമ്മൾ ക്ലബ് ചെയ്തുകൊണ്ട് കോൺഫ്ലുവൻസ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. മാർക്കറ്റ് പിന്നെ അവിടെ നിന്ന് നേരെ താഴോട്ട് വന്നു. മനസ്സിലായില്ലേ? നമുക്കിനി മൂന്നാമതൊരെണ്ണം കൂടെ നോക്കാം. ഇത് EMI ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. EMI ക്രോസ് സ്ട്രാറ്റജി നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. ഈ ഒരു പാറ്റേൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വന്നു, ഇവിടെ നിന്ന് താഴോട്ട് വന്ന മാർക്കറ്റാണ്. താഴോട്ട് വന്ന മാർക്കറ്റ് തിരിച്ച് അപ് ട്രെൻഡിലോട്ട് പോവുകയാണ്. രണ്ട് ലൈൻ കൃത്യമായിട്ട് നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, മുകളിലൊരു റെസിസ്റ്റൻസും കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഇവിടെ സപ്പോർട്ട് എടുത്തു, ഇവിടെ നിന്ന് റെസിസ്റ്റൻസ് വന്നു, പിന്നെ വീണ്ടും മാർക്കറ്റ് താഴോട്ട് വന്നു, സപ്പോർട്ട് റെസിസ്റ്റൻസ്, ഇവിടെ നിന്ന് റെസിസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. രണ്ട് പ്രാവശ്യം നമുക്ക് ഇവിടെ റെസിസ്റ്റൻസ് വന്നു. ഇതൊരു ഫ്ലാഗ് പാറ്റേൺ ആണ്. ഫ്ലാഗ് പാറ്റേണിനെ കുറിച്ച് നമ്മൾ പഠിക്കും. ഇത് ഒരു ഡൗൺ ട്രെൻഡിൽ വന്ന മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണ്. ഒരു ഫ്ലാഗ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തിരിച്ച് റിവേഴ്സ് പോകാം, അല്ലാന്നുണ്ടെങ്കിൽ താഴോട്ട് കണ്ടിന്യൂ വരാം. രണ്ടിൽ ഏതെങ്കിലും സംഭവിക്കാം. സാധാരണ പഠിച്ചിട്ടുള്ളത് ഫ്ലാഗ് പാറ്റേൺ ഇവിടെ നിന്ന് മുകളിലോട്ട് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിലോട്ട് എൻട്രി എടുക്കും. ഇവിടെ നമ്മൾ കാത്തിരിക്കണം. താഴോട്ട് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ താഴോട്ട് എൻട്രി എടുക്കണം, ബ്രേക്ക്ഔട്ട് കിട്ടിയാൽ. അല്ലെങ്കിൽ റീടെസ്റ്റിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എൻട്രി എടുക്കും. ഇവിടെ റീടെസ്റ്റിന് വന്നോ? ഇല്ല. മാർക്കറ്റ് നേരെ താഴോട്ടാണ് പോയത്, ഇവിടെ ഒരിക്കലും റീടെസ്റ്റിന് വന്നിട്ടില്ല. പക്ഷെ അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ EMI ക്രോസ് വന്നിട്ടുണ്ട്. അതായത് എന്താണ്? ഈ ഒരു ഫ്ലാഗ് പാറ്റേൺ താഴോട്ട് ബ്രേക്ക്ഔട്ട് കിട്ടിയതിന് ശേഷം അവിടെ ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് അവിടെ EMI ക്രോസിംഗ് വന്നിട്ടുണ്ട്. EMI എപ്പോഴാണോ ക്രോസ് ചെയ്യുന്നത് ആ ഒരു ലെവലിൽ മാർക്കറ്റ് തിരിച്ചെത്തുമ്പോഴോ അല്ലെങ്കിൽ അവിടെ നിന്ന് തൊട്ട് മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടോ അവിടെ നിന്ന് നമ്മൾ എൻട്രി എടുക്കുന്നു, മാർക്കറ്റ് താഴോട്ട് വന്നു. ഇതിനെയാണ് കോൺഫ്ലുവൻസ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇവിടെ എന്തൊക്കെ വന്നു? ഇവിടെ നമുക്ക് ചാർട്ട് പാറ്റേൺ കിട്ടി. ചാർട്ട് പാറ്റേൺ ബ്രേക്ക്ഔട്ട് കിട്ടിയപ്പോൾ രണ്ടാമത്തെ ഒരു സിഗ്നൽ എന്ന് പറയുന്നത് EMI ക്രോസ് സിഗ്നൽ കിട്ടി. ഇത് രണ്ടും കൂടെ വെച്ചിട്ടാണ് നമ്മൾ കോൺഫ്ലുവൻസ് ട്രേഡിംഗ് വെച്ചിട്ട് ട്രേഡ് എടുക്കുന്നത്. ഇത് ഞാനിപ്പം ഒരു ഇൻഡിക്കേറ്റർ മാത്രമേ നമ്മൾ അറ്റ് ദ ടൈമിൽ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഇതിന്റെ കൂടെ നമുക്ക് വീണ്ടും കൂടുതൽ ഒരു ഇതിന് കൺഫർമേഷന് വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ കൂടെ RSIയും എല്ലാ ഇൻഡിക്കേറ്റേഴ്സും നമുക്ക് ഒരുമിച്ച് അപ്ലൈ ചെയ്ത് നോക്കാൻ പറ്റും. അവിടെ എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് കൺഫർമേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ പിവറ്റ് ലൈനുകൾ, CPR, ഇതൊക്കെ നമുക്കെന്ന് പറയുന്നത് ഒരു രണ്ടാമത്തെ ഒരു കൺഫർമേഷന് വേണ്ടി ഇട്ടിട്ട് അതിനെ സോൺ കോൺഫ്ലുവൻസ് ട്രേഡ് ആയിട്ട് നമുക്ക് വരച്ച് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ പലരും വിചാരിച്ചത് സാധാരണ നമ്മളൊരു ചാർട്ട് പാറ്റേൺ അനാലിസിസ് തുടങ്ങുന്നത് ആദ്യത്തെ വീഡിയോ ഇട്ട് ഓരോ ചാർട്ട് പാറ്റേൺ ആയിട്ട് പഠിപ്പിച്ചു പോകും. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ആദ്യമേ പറഞ്ഞു തരുന്നതെന്ന് പറയുന്നത് ഇതൊക്കെ പഠിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഒരു ചാർട്ട് പാറ്റേണിൽ എൻട്രിയും എക്സിറ്റും ഒക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് പഠിക്കാം. പിന്നീടുള്ള ഓരോ വീഡിയോയിലും ഓരോ ചാർട്ട് പാറ്റേണിലും നമ്മൾ എല്ലാ ഇൻഡിക്കേറ്ററുകളും അപ്ലൈ ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു കൺഫർമേഷനോട് കൂടി ട്രേഡ് എടുക്കാമെന്ന് പഠിക്കും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ശേഷം ഞാൻ 3 വീഡിയോ ഇതിനകത്ത് ഈ ഒരു പ്ലേലിസ്റ്റിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. EMI ക്രോസ്, RSI, പിന്നെ ഫിബിൻ്റെത്. ഈ 3 വീഡിയോയും കൃത്യമായിട്ട് നിങ്ങൾ കാണണം. ആ 3 വീഡിയോയും നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത് ചാർട്ട് പാറ്റേൺസിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തുള്ളൂ. അപ്പോൾ
വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക്